വയനാട് മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്നും തോട്ടകളും ചാരായവും പിടികൂടിയ കേസിൽ വഴിത്തിരിവ്. സംഭവത്തിൽ യഥാർത്ഥ പ്രതിയായ പുത്തൻവീട്ടിൽ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഗൃഹനാഥനായ കാനാട്ടുമലയിൽ തങ്കച്ചൻ 17 ദിവസമായി ജയിലിലാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് 4 ഇരയാണ് തങ്കച്ചൻ എന്ന് കുടുംബം 24 പറഞ്ഞു. നമ്മുടെ കാറിൻ്റെ പോർച്ചിൽ നിന്ന് കാറിൻ്റെ അടിയിൽ നിന്ന് ഈ തോട്ടയും 20 പായ്ക്ക് കർണാടക മദ്യവും പിടിച്ചത്. കോൺഗ്രസിൽ തമ്മിൽ ഒരു വിഷയം ഉണ്ടായെന്ന് പറഞ്ഞത് MD അപ്പച്ചനും എൻ്റെ ഗ്രൂപ്പും ICൻ്റെ ഗ്രൂപ്പുമായിട്ട് 2 ചേരികളായിട്ട് തിരിഞ്ഞ് അതിലൊരു വിഷയം ഉണ്ടായെന്ന് പറഞ്ഞിരുന്നുണ്ട്. അതിലെന്തോ വിഷയം ഉണ്ടായി. നിന്നെ മമ്പള്ളി അനീഷ് വന്ന് നിന്നെ ഒരു ദിവസമെങ്കിലും അകത്താക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ജോസ് നെല്ലേടോ, മമ്പള്ളി അനീഷ്, ഷിനോജ് കടുപ്പിൽ ഇറങ്ങി കടന്നോർത്തുനിന്ന് ഇവർ വന്ന് ഡോക്ക് ചെയ്ത് വിളിച്ച് ഏൽപ്പിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പരിപാടി എന്നൊന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നേച്ച് കാറിൻ്റെ അവിടുന്ന് ഇതെന്നാന്ന് ചോദിക്കുക. അപ്പോൾ ഇവനും ഒന്നും അറിയുന്നില്ല കേൾക്കുന്നില്ല, ഇവർക്കൊന്നും അറിയത്തില്ല. അന്നേരം ഇവള് വിചാരിച്ചോ കാറിന് വല്ലോ പരിക്കും പറ്റിക്കുമോ, എന്തേലും അവരെ പോലീസുകാരെ പറ്റിച്ചിട്ട് പോകുന്നതോ വല്ലോ ആയിരിക്കും, അതിന് പിടിക്കാൻ വന്നതായിരിക്കും എന്ന് ഇവള് ഓർത്തോണ്ട് ഇവളും വന്ന് നോക്കുവാണ് കാറെ വല്ലതും പറ്റിയിട്ടുണ്ടോ. ഒരു തെറ്റും ചെയ്യാതെ പിന്നെ ഇതിന് പോകാറില്ല, ചാരായത്തിന് കുടിക്കാൻ പോകാറില്ല. കേരളത്തിലേ കുടിക്കുവാൻ കിട്ടിയാൽ കുടിക്കാതെ ഒന്നും ഇരിക്കുന്നില്ല. പക്ഷെ അന്ന് ഒരു തുള്ളിയും കുടിച്ചിട്ടില്ല. സുർജിത്ത് അയ്യപ്പത്താണ് അവരുമായി ചേർന്നത്. സുർജിത്ത്, അപ്പോൾ നിരപരാധിയായ ഒരു ഗൃഹനാഥൻ ഇപ്പോഴും ജയിലിനകത്താണ് അല്ലേ? തീർച്ചയായും ഹാഷ്മി, അതാണ് സംഭവം. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ, കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന്റെ ഇരയായ ഒരാൾ, അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് കഴിഞ്ഞ 17 ദിവസമായി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ്. 22-ാം തീയതി വൈകിട്ട് ഈ തങ്കച്ചന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നു. മഫ്തിയിലാണ് 3 പോലീസുകാർ എത്തുന്നത്. ഇതിനുശേഷം അവർ നേരെ എത്തി അവരെ വിളിച്ച് പുറത്തേക്ക് ഇറക്കുന്നു. കാറിന്റെ സമീപത്തേക്ക്, കാർ ഷെഡിന്റെ സമീപത്തേക്ക് പോകുന്നു. കാർപോർച്ചിന് താഴെ, കാറിന് താഴെ വെച്ച തോട്ടകളും മദ്യവും കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തിയ ഘട്ടത്തിൽ നേരെ തങ്കച്ചനുമായി ഈ പോലീസ് സംഘം പോകുന്നു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. വീട്ടിൽ അനധികൃതമായി മദ്യവും തോട്ടയും സൂക്ഷിക്കുമെന്ന് വകുപ്പ് ചുമത്തിക്കൊണ്ട് നേരെ റിമാൻഡിൽ പോവുകയാണ്. ഇപ്പോഴും ജയിലിലാണ് തങ്കച്ചൻ. ഇതിനുശേഷം ഈ കുടുംബം ഒരിക്കലും ഇങ്ങനെ തോട്ട എത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. കാരണം പ്രത്യേകിച്ച് ഈ കബനിയുടെ സമീപത്തുള്ള സ്ഥലമാണ് ഈ പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ തോട്ട എറിഞ്ഞ് മറ്റു മീനൊക്കെ അനധികൃതമായി പിടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ മീൻ പിടിക്കുന്ന ഒരാളല്ല തങ്കച്ചൻ. മാത്രമല്ല ഇങ്ങനെ വ്യാജമദ്യം സൂക്ഷിക്കുന്ന ഒരു സ്ഥിതിയുമില്ല. സ്വാഭാവികമായും എങ്ങനെയാണ് പിന്നെ ഇത് എന്നുള്ള ചോദ്യം ഉയർന്നു. വീട്ടുകാർ പരാതിയുമായി രംഗത്തെത്തി. SP-ക്ക് പരാതി നൽകി. SP-ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുൽപ്പള്ളി പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. ഈ അന്വേഷണത്തിലാണ് ഇതിൽ കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം മുള്ളൻകൊല്ലിയിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പങ്കെടുത്ത യോഗം അലങ്കോലമായിരുന്നു. അതിൽ ND അപ്പച്ചനെതിരെ ചില വാക്കേറ്റവും കയ്യേറ്റ ശ്രമവും ഉൾപ്പെടെ അന്ന് ഉണ്ടായതുമാണ്. ഇതിൽ 2 പക്ഷക്കാർ, ആ പക്ഷ വിഭാഗീയതയിൽ ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ഇദ്ദേഹം വാർഡ് പ്രസിഡന്റാണ് കോൺഗ്രസിന്റെ. IC ബാലകൃഷ്ണൻ അനുകൂലിക്കുന്ന ആളാണ്. സ്വാഭാവികമായും ആ ഒരു സംഘർഷം, അതിന്റെ തുടർച്ചയായി ഈ ND അപ്പച്ചനെ അനുകൂലിക്കുന്ന ആളുകൾ അന്ന് തന്നെ ഈ തങ്കച്ചനെ വെല്ലുവിളിച്ചിരുന്നു. അതായത് ജയിലിൽ കയറ്റിക്കടത്തും എന്നുള്ള വെല്ലുവിളി നടത്തിയിരുന്നു. ആ വെല്ലുവിളിയുടെ തുടർച്ചയായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതായത് ഈ പക തീർക്കാൻ വേണ്ടി ഈ പ്രസാദ് എന്ന് പറയുന്ന ഒരാളെയാണ് ഏൽപ്പിച്ചത്. ആ ഏൽപ്പിച്ചവരെ പിടികൂടിയിട്ടില്ല. അത് കോൺഗ്രസ് നേതാക്കളാണ്. ആ ഏൽപ്പിച്ചവരിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിന് തുടർച്ചയായി പ്രസാദ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ്. ഇയാൾ മരക്കടവ് സ്വദേശിയാണ്. ഈ വീടിന്റെ, അതായത് തങ്കച്ചന്റെ വീട് ഉൾപ്പെടെ പണിത് നൽകിയ കോൺട്രാക്ടറാണ്. അയാളാണ് ഇത് കൊണ്ടുവച്ചത് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഫോൺ തെളിവുകളുടെ അടക്കം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രസാദിനെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാത്രമല്ല കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് ഈ അന്വേഷണം എത്താൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന കാര്യം. അതേസമയം കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇതാണ് കോൺഗ്രസിന്റെ വിഭാഗീയതയുടെ ഇരയാണ് തന്റെ ഭർത്താവ് എന്നുള്ളതാണ് ഈ തങ്കച്ചന്റെ ഭാര്യ സിനി അടക്കം പറയുന്നത്. അമ്മ മേരിയും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇതിന്റെ തുടർച്ച, അതായത് വിഭാഗീയ പ്രശ്നങ്ങളുടെ തുടർച്ചയായി ഒരു നിരപരാധി ഇപ്പോൾ കഴിഞ്ഞ 17 ദിവസമായി ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ അതുണ്ടാകുന്നു. പുൽപ്പള്ളി പോലീസ് ആദ്യഘട്ടത്തിൽ നേരെ ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തങ്കച്ചന് ജയിലിൽ കഴിയേണ്ട ഒരവസ്ഥ വരുമായിരുന്നില്ല എന്നുള്ളതും കുടുംബം പറയുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.